അതെ, പ്രഭാഷണം തുടരാൻ കേട്ടോ. ഇന്നലെ പുല്ലുവഴിയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. വളയംചിറങ്ങിലൊരു ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേര് അറിഞ്ഞിട്ടുണ്ടാവും. സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു ലേഡി റോഡ് ക്രോസ് ചെയ്യുന്നു, ഇവർ ഇടിക്കുന്നു, അവർക്കും പരിക്ക് പറ്റി. ഇടിക്കണ വഴി തന്നെ പുറകിലെ കാറ് വന്ന് ഈ സ്കൂട്ടറിൻ്റെ ഇടിക്കുന്നു. അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ റോഡ് ക്രോസ് ചെയ്യുമ്പം നമ്മളുടെ നിയമങ്ങളൊക്കെ വെറുതെ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു സീബ്ര ക്രോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചില സ്ഥലത്തില്ല. അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഈ ക്രോസ് ചെയ്യണവരും ക്രോസ് ചെയ്യാറില്ല. ചുമ്മാ ചിലർ ക്രോസ് ചെയ്യണത് നേരെ നോക്കിയിട്ട് കുതിര പോണ പോലെ രണ്ട് സൈഡിൽ നിന്ന് തന്നെ വണ്ടികൾ വേണം നിർത്തട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇന്നലെ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയാണ് മരിച്ചു പോയത്. അത് വളരെ വേദനാജനകമായ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ റോഡൊക്കെ അത്രയ്ക്ക് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ആ ഒരു സ്പീഡൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നിൽക്കണ സ്പീഡിൽ, ഇപ്പോൾ കാറാണെങ്കിലും ആ സ്കൂട്ടറാണെങ്കിലും, അല്ലെങ്കിൽ കാറാണെങ്കിൽ ഒരു ഗ്യാപ്പൊക്കെ ഇട്ട്, കാരണം ഫ്രണ്ടിൽ എന്തും സംഭവിക്കാം. അപ്പം നമ്മളുടെ നിയമങ്ങളൊക്കെ എല്ലാം നമുക്ക് ഫൈൻ അടിക്കാൻ വേണ്ടി മാത്രം എഴുതി വെച്ചേക്കണതാണ്. അതായത് നമുക്ക് കിട്ടേണ്ടതായ സൗകര്യങ്ങളോ, ഇപ്പോൾ ഈ അവിടെ ഒരു സീബ്ര ലൈനോ, അല്ലെങ്കിൽ സീബ്ര ലൈൻ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. എത്ര പേര് സീബ്ര ലൈനിൻ്റെ ഫ്രണ്ടിൽ നിർത്തില്ല. ഒരാൾ സീബ്ര ലൈനിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയാൽ, ഒരാളെ കടക്കാൻ സഹായിച്ചാൽ, ബാക്കിലുള്ളവൻ ഓവർടേക്ക് ചെയ്തിട്ട് നമ്മളൊരു നോട്ടമുണ്ട്, നമ്മൾ അവനെ നിർത്തിയിട്ട് അവൻ്റെ സമയം കളഞ്ഞു. അപ്പോൾ ഈ സമയമില്ലാത്ത ലോകത്ത് നമ്മൾ പായുമ്പോൾ ഒന്ന് ആലോചിക്കാനുള്ളൂ, നമ്മളുടെ ഡ്രൈവിങ്ങും നമ്മളുടെ കാര്യങ്ങളെല്ലാം, അതായത് ഡ്രൈവിങ്, റോഡിലുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമ്മളെല്ലാം ഡ്രൈവ് ചെയ്യുന്നത്. നിയമങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കതിനുള്ള സാഹചര്യങ്ങളും ഇല്ല. അതും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, റോഡാണെങ്കിലും അല്ല. പക്ഷേ ഇന്നലെ ആ ഒരു കുട്ടി എന്തെല്ലാം പ്രതീക്ഷ നൽകിയ കുട്ടിയായിരിക്കും ആ വീട്ടുകാർക്ക് വേണ്ടി. പക്ഷെ വളരെ വേദനാജനകമായി. ഈ ഡ്രൈവ് ചെയ്യണവരെല്ലാവരും വളരെ, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പീഡിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആ കുട്ടിക്ക് എൻ്റെ പ്രണാമം.